ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരിക്കലും യാദൃശികമായിട്ടല്ല. നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ യൂണിവേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിയേണ്ട ഒരു സമയമാണ് നിങ്ങളുടേത്. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫോർഗീവ്നെസ്, റൊമാൻസ്, പീസ്ഫുൾ റെസൊല്യൂഷൻ ആൻഡ് അബണ്ടൻസ് ആണ്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫോർഗീവ്നെസ് ആണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരോടുള്ള ഒരു ദേഷ്യം, പക, വെറുപ്പ് ഇതെല്ലാം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരാണോ എങ്കിൽ നിങ്ങൾ അതൊന്നും ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട. അവരോടെല്ലാം നിങ്ങൾ forgive ചെയ്തേക്കുക. അവരോടെല്ലാം നിങ്ങൾ ക്ഷമിച്ചേക്കുക. നിങ്ങളുടെ വേദനകള്, യാതനകള് എല്ലാം ഈ ഒരു യൂണിവേഴ്സിന്റെ കാൽക്കീഴിലേക്ക് നിങ്ങൾ സമർപ്പിച്ചോളൂ. തീർച്ചയായും നിങ്ങളുടെ വേദനകൾക്കും യാതനകൾക്കും എല്ലാം തന്നെ ഒരു മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച നിങ്ങളുടെ ആ ഒരു യാതനകൾക്കെല്ലാം ഒരു തീർപ്പ് നടക്കാനായിട്ട് പോകുന്നു. റൊമാൻസ്, പീസ്ഫുൾ റെസൊല്യൂഷൻ, അബണ്ടൻസ് ആണ്. റൊമാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. അത് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമായിരിക്കാം. വൈകാരികപരമായിട്ടൊരു ന്യൂ ബിഗിനിങ് എന്ന് വെച്ചാൽ ഒരു പുതിയ പ്രണയത്തിന്റെ തുടക്കം, അതും ആത്മാർത്ഥമായിട്ട് ഒരു നീതിപൂർവമായ തുടക്കം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ. മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം അബണ്ടൻസ് ആണ്. സന്തോഷം, സമൃദ്ധി, അതും ഒരു ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണനഷ്ടമോ നിങ്ങൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും രീതിയിൽ ആപത്തിൽപ്പെടുത്തുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു നീതി നടപ്പിലാകാൻ പോകുന്നു. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുകയാണ്. അപ്പൊ ആ ഒരു എനർജീനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു forgiveness വന്നിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച വേദനകളും യാതനകളും അത് എത്രത്തോളം വലുതാണെന്നുണ്ടെങ്കിലും അത് ഈ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊള്ളുക. അതിൻ്റെതായ ഒരു ടൈമിൽ അവർക്കുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കർമ്മയുടെ രൂപത്തിൽ അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും കർമ്മ ഈസ് എ ബൂമറാങ്, അത് റിയൽ ആണ്. ആ ഒരു ഡിവൈൻ ടൈമിൽ അത് അവരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കോളും. നിങ്ങളായിട്ട് അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ തയ്യാറെടുക്കൂ. ഈ ഒരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വേദനകൾക്കെല്ലാം ആ ഒരു മാറ്റങ്ങൾ കടന്നു വരുന്ന ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് 111 എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്.